റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ആശമാരെ തെരുവിൽ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഏത് സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും ഞങ്ങൾ ആ സർക്കാർ വന്നാൽ ഉടനെ തന്നെ ഞങ്ങളുടെ ചാർട്ടർ ഓഫ് ഡിമാൻഡുമായിട്ട് ഇവിടെ വരും. അത് അംഗീകരിച്ചില്ല എങ്കിൽ അത് ഏത് സർക്കാരാണെങ്കിലും, ഞങ്ങൾക്ക് ഇന്ന സർക്കാരെന്ന് പരിഗണനയൊന്നുമില്ല, ഏത് സർക്കാരാണെങ്കിലും ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് തന്നില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും. അതേത് സർക്കാരാണെങ്കിലും. സാന്ത്വന സാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാന്ത്വന, ഈ വലിയൊരു സമരകാലം നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ സമരകാലത്ത് പ്രതിപക്ഷ നേതാക്കളൊക്കെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിലെത്തുമ്പോൾ ആവർത്തിച്ച് നൽകുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആദ്യത്തെ ഫയലുകളിലൊന്നായി ഈ ആശമാരുടെ പ്രശ്നം പരിഗണിക്കും എന്നുള്ളതായിരുന്നു നേതാക്കളുടെയൊക്കെ ഉറപ്പ്. ഇപ്പോൾ ആശമാർ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അതിനിടയിൽ സമരത്തിന്റെ കാര്യത്തിൽ, തുടർ നീക്കങ്ങളുടെ കാര്യത്തിൽ ആശമാർ വ്യക്തമാക്കുന്നത് എന്താണ് സാന്ത്വന സാജു? റീജിത്ത്, ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ഫെബ്രുവരി മുതൽ നവംബർ വരെ നീണ്ടുനിന്ന 266 ദിവസം നീണ്ടുനിന്ന ആശമാരുടെ സമരം, ഐതിഹാസികമായ സമരമായിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ കണ്ട ആശമാരുടെ, സ്ത്രീകളുടെ സമരം. ഈ സമരം നവംബർ 1-ാം തീയതി അവർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവരുടെ ഈ സമര കാലയളവിനിടയ്ക്ക് 2 തിരഞ്ഞെടുപ്പുകളാണ് വന്നുപോയത്. ഒന്ന് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പും വന്നുപോയി. ഈ 2 തിരഞ്ഞെടുപ്പുകളിലും അവർ സ്വീകരിച്ച ഒരു നിലപാട് എന്ന് പറയുന്നത് ആശമാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ തെരുവിൽ അപമാനിച്ച സർക്കാരിന് വോട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു. ഏതെങ്കിലും ഒരു മുന്നണിയെ സപ്പോർട്ട് ചെയ്യണം എന്നവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് പകരം സർക്കാരിന് വോട്ടില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്തായാലും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലും അതേ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് പ്രധാനമായി ആശമാർ പറയുന്നത്. അത് മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നത്, അത് LDF സർക്കാർ വന്നാലും UDF സർക്കാർ വന്നാലും ഏത് സർക്കാർ വന്നാലും തങ്ങളുടെ അവകാശങ്ങൾ, തങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് വീണ്ടും സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വരും. അപ്പോൾ ഇത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ശക്തമായ സമരത്തിലേക്ക് മുന്നോട്ടേക്ക് പോകും എന്നുള്ള കാര്യം തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ആശമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. അവർ ജില്ലാതലങ്ങളിൽ ഇപ്പോഴും സമരത്തിൽ തന്നെയാണ് ഉള്ളത്. വിവിധ ഘട്ടങ്ങളിലായി ജില്ലാതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരവും പ്രതിഷേധവും ഒക്കെ തന്നെയും നടന്നു വരികയുമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന റിജിത്ത്, ഈ നവംബർ മാസത്തിൽ ഇവരുടെ സമരം അവസാനിച്ചതിന് ശേഷം കൃത്യമായി ശമ്പളം ഇപ്പോഴും ലഭിക്കുന്നില്ല, ഓണറേറിയം ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക ഇവർക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ സമരം നടന്നിരുന്ന കാലയളവിൽ ഈ സമരത്തിൽ പങ്കെടുത്ത പല ആളുകളോടും ഇപ്പോഴും സർക്കാരും അതുപോലെ തന്നെ അധികൃതരും ഒക്കെ തന്നെയും പലതരത്തിലുള്ള വൈരാഗ്യപൂർണ്ണമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർ എന്തായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് എന്തായാലും ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും തങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്ന അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് അവർ നിലവിൽ വ്യക്തമാക്കുന്നത്. ശരി, സാന്ത്വന സാജു വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പിന്നോട്ടില്ല. അത് അംഗീകരിച്ച് തരുന്നത് വരെ സമരം തുടരും, അതേത് സർക്കാരായാലും എന്നുള്ള കാര്യമാണ് ആശമാർ വ്യക്തമാക്കുന്നത്.